യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിൽ. സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. രാഹുലിന്റെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതിയുടെ വിധി വന്നിരിക്കുന്നു. ഇന്ന് പുലർച്ചെ പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്നാണ് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹരി മോഹൻ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഹരി, രാഹുലിന്റെ ജാമ്യം കോടതി തള്ളിയല്ലേ? അമൃത, ഇക്കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമായിരുന്നു. അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ട് വളരെ കൃത്യമായിട്ട് കിട്ടിയിരുന്നു തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന്. ഈ റിമാൻഡ് റിപ്പോർട്ട് പരിഗണിച്ചിട്ടാണ് ഇപ്പോൾ കോടതി ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. 21-ാം തീയതി വരെയാണ് റിമാൻഡ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ അറസ്റ്റ് ചെയ്തവരെ എല്ലാം റിമാൻഡിൽ വിട്ടിരിക്കുന്നു. അതിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനുമുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ അല്പനേരം കഴിയുമ്പോൾ ഉത്തരവ് പുറത്തു വരുന്നു. അതിനുശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റുമെന്നുള്ളതാണ് ഇതിനകത്ത് പറയാൻ കഴിയുന്നത്. സെൻട്രൽ ജയിലിലേക്ക് മാറ്റുമെന്നുള്ളതാണ് ഇതിനകത്ത് പറയാൻ കഴിയുന്ന, നൽകാൻ കഴിയുന്ന. രാഹുൽ മാങ്കൂട്ടത്തിൽ ുള്ള തരത്തിൽ ചില അഭ്യൂഹങ്ങൾ, അതായത് ഈ വൈദ്യപരിശോധനയിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ രാഹുലിനെ ജാമ്യത്തിൽ വിടാനുള്ള സാധ്യത ഏറെ ഉണ്ടായിരുന്നു. കോടതി അതാണ് പരിഗണിച്ചത്. പക്ഷേ ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് ജനറൽ ആശുപത്രിയിൽ നിന്ന് കോടതിക്ക് ലഭിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 21-ാം തീയതി വരെ റിമാൻഡിൽ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായിട്ട് നൽകാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ടതാണ്. കാരണം ഇപ്പോൾ പ്രോസിക്യൂഷൻ നൽകിയിട്ടുള്ള എല്ലാ തെളിവുകളും, പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുഖവിലക്കെടുക്കുന്നു. അതൊക്കെ സ്വീകരിക്കാൻ കോടതി തയ്യാറാകുന്നു എന്നുള്ളതാണ്. അതായത് പോലീസിനെ ആക്രമിക്കാൻ രാഹുൽ നേതൃത്വം നൽകി, ആദ്യ അവസാനം ഈ സമരത്തിൽ നടന്ന അക്രമ സംഭവങ്ങൾക്ക് രാഹുൽ അവിടെ നേതൃത്വം നൽകി, പ്രോത്സാഹനം നൽകി, പ്രേരണ നൽകി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് റിമാൻഡിലേക്ക് വിടുമ്പോൾ നമുക്ക് കണക്കിലെടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ CPM-ന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ആയുധമായിട്ട് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. കാരണം സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്ന മാർച്ച് അക്രമാസക്തമാകുന്നു, പോലീസ് ആക്രമിക്കപ്പെടുന്നു, സംയമനം പാലിച്ചിട്ട് പോലും പോലീസിന് നേർക്ക് കനത്ത ആക്രമണം ഉണ്ടാകുന്നു, പിങ്ക് പോലീസിന്റെ വാഹനം വരെ ആക്രമിക്കപ്പെടുന്ന നിലയുണ്ടാകുന്നു. ഇതൊക്കെ കരുതിക്കൂട്ടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങളാണ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ മുൻപ് പറഞ്ഞിരുന്നു. അതായത് നമ്മൾ നൽകിയിരുന്നു, സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പുരുഷ പോലീസുകാരെ ദേഹോപദ്രവം ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ സമരത്തിന്റെ ഭാഗമായി നടന്ന ഒരു അക്രമ സംഭവം. പോലീസ് അത്രത്തോളം സംയമനം പാലിച്ചിട്ടും സമരത്തിൽ നിന്ന് തിരിച്ചുപോയ, സമരം കഴിഞ്ഞിട്ട് തിരിച്ചുപോയ പ്രവർത്തകരെ തിരുവനന്തപുരം DCC ഓഫീസിനടുത്തേക്ക് തിരികെ വിളിച്ചുകൊണ്ട് അവിടെയും അക്രമ സംഭവങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകി എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ പറയുന്നു. ഇക്കാര്യവും കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. അതായത് ഈ സമരത്തിൽ എന്തൊക്കെ അക്രമങ്ങൾ നടന്നിട്ടുണ്ടോ അതിനൊക്കെ ഉത്തരവാദി, അതിനൊക്കെ നേതൃത്വം നൽകിയാൽ, അതിനൊക്കെ പ്രേരണ നൽകിയാൽ, അതിനൊക്കെ പ്രോത്സാഹനം നൽകിയാൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. കോടതി ഈ റിപ്പോർട്ട് അംഗീകരിച്ചതോടുകൂടി ഇനിയിപ്പോൾ എന്തായാലും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് കടുത്ത പ്രതിരോധത്തിലേക്ക് കാര്യങ്ങൾ നീക്കേണ്ടി വരും. പക്ഷേ ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തി കാണിക്കാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്, പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരന്തരമായി ഇത്തരം വേട്ടയാടലുകൾ നടത്തിക്കൊണ്ടുവരികയാണ്. ആ വേട്ടയാടലുകളുടെ ഭാഗമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ അറസ്റ്റും തുടർന്നുള്ള കോടതി നടപടികളും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രതിപക്ഷത്തിന് കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയണം. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം മുതലുള്ള യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ പ്രതിഷേധം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ റിമാൻഡിൽ വിട്ട സ്ഥിതിക്ക് ആ പ്രതിഷേധത്തിന്റെ രൂപം തന്നെ മാറും എന്ന് വേണ്ടേ കരുതാൻ? തീർച്ചയായിട്ടും അമൃത, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം ഇന്ന് പകൽ നടന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളിലും സമര പരിപാടികളിലും ഒക്കെ തന്നെ വളരെയധികം രോഷം ആളിക്കത്തിയിരുന്നു. കാരണം യൂത്ത് കോൺഗ്രസിന്റെ, പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിൽ സംസ്ഥാനത്തുടനീളം പ്രതിഷേധം നടത്തുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇതിൽ ചെയ്യാൻ കഴിയുക. അത് നമ്മൾ ഇന്ന് പകൽ ഉടനീളം കണ്ടതാണ്. ഇനിയിപ്പോൾ അത് അടുത്ത ദിവസത്തിലേക്ക് കടക്കുമ്പോൾ, അതായത് നാളത്തേക്ക് ആ പ്രതിഷേധങ്ങൾ മാറുമ്പോൾ പഴയ അവസ്ഥയല്ല, ഇന്ന് പകൽ കണ്ട അവസ്ഥയല്ല. റിമാൻഡ് ചെയ്യപ്പെടുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹം ജയിലിലാവുന്നു. ആ ജയിലിലായിട്ടുള്ള വ്യക്തിക്ക് വേണ്ടിയാണ് ഇനിയിപ്പോൾ പ്രക്ഷോഭം ഒക്കെ തന്നെ നടത്തേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നാളെ മുതൽ എന്തൊക്കെ തരത്തിലുള്ള സമര പരിപാടികളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വരിക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.